ആവർത്തന പുസ്തകം 3-ാം അധ്യായം. അനന്തരം നാം തിരിഞ്ഞ് ബാശാനിലേക്കുള്ള വഴിയായി പോയി. അപ്പോൾ ബാശാൻ രാജാവായ ഓഗും അവൻ്റെ സർവ്വജനവും നമ്മുടെ നേരെ പുറപ്പെട്ട് എദ്രയിൽ വെച്ച് പടയേറ്റു. എന്നാൽ യഹോവ എന്നോട്, അവനെ ഭയപ്പെടരുത്, ഞാൻ അവനെയും അവൻ്റെ സർവ്വജനത്തെയും ദേശത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. ഹെശ്ബോനിൽ പാർത്തിരുന്ന അമോന്യ രാജാവായ സീഹോനോട് ചെയ്തതുപോലെ നീ അവനോടും ചെയ്യും എന്ന് കൽപ്പിച്ചു. അങ്ങനെ നമ്മുടെ ദൈവമായ യഹോവ ബാശാൻ രാജാവായ ഓഗിനെയും അവൻ്റെ സകല ജനത്തെയും നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു. അവന് ആരും ശേഷിക്കാതെ വണ്ണം നാം അവനെ സംഹരിച്ചു കളഞ്ഞു. അക്കാലത്ത് നാം അവൻ്റെ എല്ലാ പട്ടണങ്ങളും പിടിച്ചു. നാം അവരുടെ പക്കൽ നിന്ന് പിടിക്കാത്ത ഒരു പട്ടണവും ഉണ്ടായിരുന്നില്ല. ബാശാനിലെ ഓഗിൻ്റെ രാജ്യമായ 60 പട്ടണങ്ങളുള്ള അർഗോബ് ദേശമൊക്കെയും നാട്ടുപുറങ്ങളിലെ അനവധി ഊരുകളും പിടിച്ചു. ആ പട്ടണങ്ങളെല്ലാം ഉയർന്ന മതിലുകളും വാതിലുകളും ഓടാമ്പലും കൊണ്ട് ഉറപ്പിച്ചിരുന്നു. ഹെശ്ബോൻ രാജാവായ സീഹോനോടും ചെയ്തതുപോലെ നാം അവയെ നിർമൂലമാക്കി പട്ടണം തോറും പുരുഷന്മാരെയും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും നിർമൂലമാക്കി. എന്നാൽ നാൽക്കാലികളെയൊക്കെയും പട്ടണങ്ങളിലെ അപഹൃതവും നാം കൊള്ളയിട്ട് എടുത്തു. ഇങ്ങനെ അക്കാലത്ത് അമോര്യരുടെ 2 രാജാക്കന്മാരുടെയും കയ്യിൽ നിന്ന് യോർദാൻ അക്കരെ അർന്നോൻ താഴ്വര തുടങ്ങി ഹെർമോൻ പർവ്വതം വരെയുള്ള ദേശവും, സീദോന്യർ ഹെർമോന് സീറിയോർ എന്നും അമോര്യരോ അതിന് സെനീർ എന്നും പേർ പറയുന്നു. സമഭൂമിയിലെ എല്ലാ പട്ടണങ്ങളും ഗിലെയാദ് മുഴുവനും ബാശാനിലെ ഓഗിൻ്റെ രാജ്യത്തിൽ ഉൾപ്പെട്ട സൽക്ക, എദ്രെയി എന്നീ പട്ടണങ്ങൾ വരെയുള്ള ബാശാൻ മുഴുവനും നാം പിടിച്ചു. ബാശാൻ രാജാവായ ഓഗ് മാത്രമേ മല്ലന്മാരിൽ ശേഷിച്ചിരുന്നുള്ളൂ. ഇരുമ്പുകൊണ്ടുള്ള അവൻ്റെ മഞ്ചം അമോന്യ നഗരമായ രബയിൽ ഉണ്ടല്ലോ. അതിന് പുരുഷൻ്റെ കൈക്ക് 9 മുഴം നീളവും 4 മുഴം വീതിയും ഉണ്ട്. ഈ ദേശം നാം അക്കാലത്ത് കൈവശമാക്കി. അർന്നോൻ താഴ്വരയ്ക്കരികെയുള്ള അരോവേർ മുതൽ ഗിലെയാദ് മലനാട്ടിൽ പാതിയും അവിടെയുള്ള പട്ടണങ്ങളും ഞാൻ രൂബേന്യർക്കും ഗാദ്യർക്കും കൊടുത്തു. ശേഷം ഗിലെയാദും ഓഗിൻ്റെ രാജ്യമായ ബാശാൻ മുഴുവനും അർഗോബ് ദേശം മുഴുവനും ഞാൻ മനശ്ശെയുടെ പാതി ഗോത്രത്തിന് കൊടുത്തു. ബാശാന് മുഴുവനും മല്ലന്മാരുടെ ദേശം എന്നു പേർ പറയുന്നു. മനശ്ശെയുടെ മകനായ യായീർ ഗെശൂര്യരുടെയും മഖാത്യരുടെയും അതിർവരെ അർഗോബ് ദേശം മുഴുവൻ പിടിച്ച് തൻ്റെ പേരിൻ പ്രകാരം ബാശാന് ഹവോത്ത് യായീർ എന്നു പേരിട്ടു. ഇന്നുവരെ ആ പേർ തന്നെ പറഞ്ഞു വരുന്നു. മാഖിറിന് ഞാൻ ഗിലെയാദ് ദേശം കൊടുത്തു. രൂബേന്യരും ഗാദ്യരും ഗിലെയാദ് മുതൽ അർന്നോൻ വരെ താഴ്വരയുടെ മധ്യപ്രദേശവും അതിരും അമോന്യരുടെ അതിരായ യബോക്ക് തോടുവരെയും കിന്നേരത്ത് തുടങ്ങി കിഴക്കോട്ട് പിസ്ക വരെയും ചരിവിന് താഴെ ഉപ്പുകടലായ അരാബയിലെ കടൽ വരെ അരാബയും യോർദാൻ പ്രദേശവും ഞാൻ കൊടുത്തു. അക്കാലത്ത് ഞാൻ നിങ്ങളോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങൾക്ക് ഈ ദേശത്തെ അവകാശമാക്കി തന്നിരിക്കുന്നു. നിങ്ങളിൽ യുദ്ധപ്രാപ്തരായ എല്ലാവരും ഇസ്രായേല്യരായ നിങ്ങളുടെ സഹോദരന്മാർക്ക് മുമ്പായി യുദ്ധസന്നദ്ധരായി കടന്നു പോകണം. നിങ്ങളുടെ ഭാര്യമാരും മക്കളും നിങ്ങളുടെ ആടുമാടുകളും ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള പട്ടണങ്ങളിൽ പാർക്കട്ടെ. ആടുമാടുകൾ നിങ്ങൾക്ക് വളരെ ഉണ്ട് എന്ന് എനിക്ക് അറിയാം. യഹോവ നിങ്ങളെപ്പോലെ നിങ്ങളുടെ സഹോദരന്മാർക്ക് സ്വസ്ഥത നൽകുകയും യോർദാൻ അക്കരെ നിങ്ങളുടെ ദൈവമായ യഹോവ അവർക്ക് കൊടുക്കുന്ന ദേശത്തെ അവർ കൈവശമാക്കുകയും ചെയ്യുവോളം തന്നെ. പിന്നെ നിങ്ങൾ ഓരോരുത്തൻ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ള അവകാശത്തിന് മടങ്ങിപ്പോരേണം. അക്കാലത്ത് ഞാൻ യോശുവയോട് ആജ്ഞാപിച്ചത്, നിങ്ങളുടെ ദൈവമായ യഹോവ ആ 2 രാജാക്കന്മാരോട് ചെയ്തൊക്കെയും നീ കണ്ണാലെ കണ്ടുവല്ലോ.
നീ കടന്നു ചെല്ലുന്ന സകല രാജ്യങ്ങളോടും യഹോവ അങ്ങനെ തന്നെ ചെയ്യും. നിങ്ങൾ അവരെ ഭയപ്പെടരുത്. നിങ്ങളുടെ ദൈവമായ യഹോവയല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നത്. അക്കാലത്ത് ഞാൻ യഹോവയോട് അപേക്ഷിച്ചു, കർത്താവായ യഹോവേ, നിന്റെ മഹത്വം നിന്റെ ഭുജവീര്യവും അടിയനെ കാണിച്ചു തുടങ്ങിയല്ലോ. നിന്റെ ക്രിയകൾ പോലെയും നിന്റെ വീര്യപ്രവൃത്തികൾ പോലെയും ചെയ്യുവാൻ കഴിയുന്ന ദൈവം സ്വർഗത്തിലാകട്ടെ ഭൂമിയിലാകട്ടെ ആരുള്ളൂ? ഞാൻ കടന്നു ചെന്ന് യോർദാൻ അക്കരെയുള്ള നല്ല ദേശവും മനോഹരമായ പർവ്വതവും ലെബനോനും ഒന്ന് കണ്ടുകൊള്ളട്ടെ എന്ന് പറഞ്ഞു. എന്നാൽ യഹോവ നിങ്ങളുടെ നിമിത്തം എന്നോട് കോപിച്ചിരുന്നു, എൻ്റെ അപേക്ഷ കേട്ടതുമില്ല. യഹോവ എന്നോട്, മതി, ഈ കാര്യത്തെക്കുറിച്ച് ഇനി എന്നോട് സംസാരിക്കരുത്. പിസ്ഗയുടെ മുകളിൽ കയറി തലപൊക്കി പടിഞ്ഞാറോട്ടും വടക്കോട്ടും തെക്കോട്ടും കിഴക്കോട്ടും നോക്കി കാണുക. ഈ യോർദാൻ നീ കടക്കയില്ല. യോശുവയോട് കൽപ്പിച്ച് അവനെ ധൈര്യപ്പെടുത്തി ഉറപ്പിക്കുക. അവൻ നായകനായി ഈ ജനത്തെ അക്കരെ കടത്തും. നീ കാണുന്ന ദേശം അവൻ അവർക്ക് അവകാശമായി പങ്കിട്ട് കൊടുക്കും എന്ന് അരുളി ചെയ്തു. അങ്ങനെ നാം ബേത് പോയരിനെതിരെ താഴ്വരയിൽ പാർത്തു. ഇങ്ങനെ ആവർത്തന പുസ്തകം 3-ാം അധ്യായം അവസാനിക്കുന്നു.